ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 2025 27 നാളുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്, ഓരോരോ രാശിയിലെ മാറ്റത്തിൻ്റെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ആകൃതിയിലൊരു ചിത്രമുണ്ടാകും. അതിലും തൊട്ട് കഴിയുമ്പോൾ 3 ഇത് വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സ്വതസിദ്ധമായ നേട്ടങ്ങൾ വിജയത്തിന് വഴി തുറക്കും. അതായത് സ്വതസിദ്ധമായിട്ടുള്ള നേട്ടങ്ങൾ, കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും. മനസ്സർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാവും. മനസ്സർപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരിക്കും, മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വേണ്ടതുണ്ട്. അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കൊടുക്കൽ വാങ്ങലുകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വലിയ മുടക്കുകൾക്ക് തുനിയാതിരിക്കുക. അതായത് വലിയ മുതൽ ഒരു കാര്യങ്ങളും ചെയ്യണ്ട. വലുതായിട്ടുള്ള മുതൽമുടക്കുകൾക്ക് തുനിയാതിരിക്കുക. അതായിരിക്കും അഭിലഷണീയം. ഇടവക്കൂറുകാരായ മകയിരം നാളുകാർക്ക് കണ്ടകശനി തീരുന്നത് ഏറ്റവും ആശ്വാസകരമാണ്. അതായത് കണ്ടകശനി തീരുവാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇടവക്കൂറുകാരായ ആൾക്കാർക്ക് കണ്ടകശനി തീരുന്നത് കൊണ്ട് തന്നെ നല്ലതായിരിക്കും. വ്യാഴം ജന്മരാശിയിൽ നിന്നും മാറുകയാൽ ജൂൺ മാസം മുതൽ ഉയർന്ന ഗുണാനുഭവങ്ങൾ കൈവരും. ജന്മരാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് കൊണ്ട് ജൂൺ മാസം മുതൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും, ഗുണം ഉള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. രാഷ്ട്രീയ സ്വാധീനം അധികം ഉണ്ടാകും. രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം. സംഘടനകളിൽ സമാരാധ്യത തേടി വരും. അതായത് സംഘടനകളിൽ നിന്ന് സമാരാധ്യത, അതായത് നല്ല നല്ല കാര്യങ്ങൾ, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തേടി വരുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കടബാധ്യതകളുടെ കാര്യത്തിൽ ഏറ്റവും ആശ്വാസം ഉള്ളൊരു സമയമാണ്. കടമൊക്കെ ഏകദേശം വീട്ടാനും ഉള്ളൊരു സമയം. നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള സമയം കണ്ടെത്തുന്നതാണ്. മക്കളുടെ പഠനം, ഉദ്യോഗം, വിവാഹം. അതായത് മക്കളുടെ പഠനം, ഉദ്യോഗം, വിവാഹം മുതലായവയിൽ ആഗ്രഹിച്ച വിധത്തിലുള്ള ഫലം ലഭിക്കാം. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫലം പ്രതീക്ഷിക്കാം. മിഥുനക്കൂറുകാർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ സാമാന്യമായ ഫലങ്ങൾ അനുഭവത്തിലെത്തും. അതായത് മിഥുനക്കൂറുകാർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ സാമാന്യമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ എത്തും. അതാണ് ഇത്രയും കാര്യങ്ങളാണ് ചെറിയ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ പുറകെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.